ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികളായ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി എവിടെയാണ് ഇരിക്കേണ്ടത്? വിശ്വാസികളായ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി എവിടെയാണ് ഇരിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ധ്യാന വിഷയം. ദൈവവിശ്വാസികളായ നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമായിട്ട് നാം വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് ശരിയായ സ്ഥലത്ത് ഇരുന്നാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ദിനചര്യകൾ ചെയ്യുന്നതിനൊരു സ്ഥലം, ആഹാരം കഴിപ്പാൻ പ്രത്യേക സ്ഥലം, ഉറങ്ങാൻ പ്രത്യേക സ്ഥലം, ഗസ്റ്റിനെ സ്വീകരിച്ചിരുത്താൻ ഒരു സ്ഥലം, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മറ്റൊരു സ്ഥലം, ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയങ്ങൾ, പ്രാർത്ഥിക്കാൻ വിശുദ്ധമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലം എന്നിങ്ങനെ അങ്ങനെ നോക്കിയാൽ ഒരു വലിയ നിര തന്നെ കാണാം. ദൈവം തിരുവചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വിശ്വാസികളായ നാം എവിടെ ഇരിക്കുന്നു എന്ന ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കരുത് എന്നാണ് നാം ഒന്നാമത്തേതായി ചിന്തിക്കേണ്ടത്. സങ്കീർത്തനം 1 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ഈ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നാണ്. ഈ സങ്കീർത്തനം എഴുതിയത് ആരാണ് എന്ന് കൃത്യമായി അറിയില്ല. 150 സങ്കീർത്തനങ്ങളിൽ 50 ആര് എഴുതിയതാണ് എന്ന് അറിയില്ല, പേരില്ലാത്തതാണ്. ഈ ഒരു പ്രസ്താവന ഞാൻ പറയുമ്പോൾ മറ്റ് സങ്കീർത്തനങ്ങളും ആരൊക്കെയാണ് എഴുതിയത് എന്താണ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ദാവീദ് രാജാവ് 73 സങ്കീർത്തനങ്ങളാണ് എഴുതിയതെങ്കിൽ കോരഹ് പുത്രന്മാർ 11 ആസാവ് 12 ശലോമോൻ 2, അതായത് 72, 127 എന്നീ സങ്കീർത്തനങ്ങൾ, ഏതാൻ ഒരെണ്ണവും അതായത് 89 സങ്കീർത്തനവും, മോശ ഒരു സങ്കീർത്തനം അതായത് 90 സങ്കീർത്തനവും, പേരില്ലാത്തത് 50 സങ്കീർത്തനങ്ങളോട് ചേർന്നാണ് 150 സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനങ്ങൾ ഓരോ സന്ദർഭത്തിൽ എഴുതിയതും ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സങ്കീർത്തനം 1-2 വാക്യത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും അരുത് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നാം ചെയ്യേണ്ടത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും അതിനെ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. രണ്ടാമത് ബൈബിളിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് യോസേപ്പ് പോത്തിഫറിൻ്റെ ഭാര്യയുടെ അടുക്കൽ ഇരുന്നില്ല എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പോത്തിഫറിൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ കുടുങ്ങി അവളുടെ അടുത്ത് ചെല്ലാതെ യോസേപ്പിന് കഷ്ടതകൾ ഒരുപാട് സഹിക്കേണ്ടി വന്നുവെന്ന് നമുക്ക് എവർക്കും അറിയാം. എങ്കിലും അവൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി ദൈവം അവനെ മിസ്രയീമിൻ്റെ മന്ത്രിയാക്കിയതായും പിന്നീട് നാം വായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂത്തിക്കോസ് കിളിവാതിക്കൽ ഇരുന്ന് ലോകസുഖം അനുഭവിക്കുകയും അവനവിടെ പോയതായും അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നുണ്ട്. അതായത് ഇവിടെ നാം കാണുന്നത് പൗലോസ്ലീഹായുടെ മിഷനറി പ്രവർത്തനമാണ്. ത്രോവാസിൽ വെച്ച് പൗലോസ്ലീഹ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യൂത്തിക്കോസ് കിളിവാതിക്കൽ പോയി ഇരുന്ന് ഉറങ്ങിപ്പോയത്. നമ്മൾ ഓരോരുത്തരും ദേവാലയങ്ങളിലും പ്രാർത്ഥന യോഗ സ്ഥലങ്ങളിലും ഒക്കെ ചെയ്യുന്ന കാര്യമാണിത്. സൗകര്യം നോക്കി, കാറ്റ് കിട്ടുന്നത് നോക്കി, ജനൽ നോക്കിയൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. എന്നാൽ ശരീരത്തിന് അല്പം റിലാക്സേഷൻ കിട്ടിയാലുടൻ നമ്മളൊക്കെയും ഉറങ്ങിപ്പോകാറുണ്ട്. തിരുവചനം കേൾക്കാനാണ് നമ്മളവിടെ ചെന്നിരുന്നെങ്കിലും നമ്മൾ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറുന്നതായി നമുക്ക് എവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ്ലീഹാവിനെ ജീവിപ്പിക്കുന്നതായി നാം പിന്നീട് ആ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അത് അവൻ്റെ ദൈവവുമായുള്ള ഉടമ്പടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ നമ്മുടെ ദൈവത്തോടുള്ള ഉടമ്പടി നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ
ആ വിശ്വാസക്കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരുന്നു വാഗ്ദത്തം ലഭിപ്പാനിടയായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് അബ്രഹാം കൂടാരവാതിൽക്കലിരുന്നു, അതായത് യോഗ്യമായ സ്ഥലത്ത്. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നടന്നു വരുന്നത് അവൻ കണ്ടു. അവരാരെന്നറിയാതിരുന്നിട്ടും അവൻ അവരെ സ്വീകരിക്കുകയും അതിഥിയായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവരെ വേണ്ട രീതിയിൽ അവരെ സൽക്കരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് അനുഗ്രഹം ലഭിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരുന്നു ന്യായവിധിയുടെ സന്ദേശം ലഭിച്ചതായി നമുക്ക് 5-ാമതായി ഇവിടെ കാണുവാൻ സാധിക്കും. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയുണ്ട്. ഇവിടെ നാം കാണുന്നത് അബ്രഹാമിനെ പോലെ അവൻ അറിയാത്തവരെ ആദരിച്ചതുപോലെ ലോത്തും ആ 2 ദൂതന്മാരെ അതിഥിയായി സ്വീകരിച്ചു. അവന് സോദോമിന് സംഭവിക്കാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അറിയുവാൻ സാധിച്ചു. ഇവിടെ നാം കാണുന്നത് ഇരിക്കുന്ന സ്ഥലം, പ്രവൃത്തി, ഇതൊക്കെയാണ്. 6-ാമത്തെ കാര്യമെന്ന് പറയുന്നത് നാം ഇരിക്കുന്നിടം ദൈവം അറിയുന്നു എന്നുള്ളതാണ്. ദൈവം അറിയുന്നത് നാം കൃത്യമായി അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ നാം നമ്മുടെ പ്രവൃത്തികളെ കൃത്യമായി വെക്കുകയുള്ളൂ. യഹോവ നമ്മെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. നമ്മുടെ നിരൂപണങ്ങൾ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദത്തിൽ മറിയ ഇരുന്ന് വചനം ശ്രവിച്ചതായി ലൂക്കോസ് എവൻഗേലിസ്തയുടെ രക്ഷാസുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിനെ മാർത്ത തൻ്റെ വീട്ടിൽ സ്വീകരിക്കുന്നതായി നാം ഈ ഭാഗത്ത് കാണുന്നു. അവളുടെ സഹോദരി മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിച്ചതായി നാം ആ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. ആ കുടുംബം രക്ഷ പ്രാപിച്ചു. എന്നാൽ നമ്മുടെ മനോഭാവം എന്താണ്? നാം യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. 8-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നതായി നമുക്കറിയാം. 1 ദിനവൃത്താന്ത പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. ഇവിടെ നാം കാണുന്നത് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം അവൻ ദൈവത്തെ സ്തുതിക്കുന്നതായാണ്. ദാവീദ് രാജാവ് ഒരു ആലയം ദൈവത്തിന് വേണ്ടി പണിയുവാൻ ആഗ്രഹിക്കുന്നു. അവനോട് നീയല്ല അത് ചെയ്യേണ്ടത് എന്ന് നാഥാൻ പ്രവാചകൻ അവനെ അറിയിക്കുന്നു. ദൈവം നമുക്കായി തീരുമാനിച്ചിരിക്കുന്നതല്ലാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല, സംഭവിക്കത്തുമില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അപേക്ഷകൾ, നമ്മളുടെ നോമ്പുകൾ, ഉപവാസങ്ങൾ എല്ലാം തന്നെ അവൻ ശ്രവിക്കുകയും ദൈവഹിതം അനുസരിച്ച് നമ്മെ ഉപദേശിക്കുകയും ചെയ്യും. ദൈവം ഒരിക്കലും ഇല്ല എന്ന് പറയുകയില്ല. നാം ആവശ്യപ്പെടുന്നതിന് മറുപടിയായി അവൻ യേസ് എന്നോ വെയിറ്റ് എന്നോ, അതായത് നീ കുറച്ചുകൂടെ ക്ഷമിക്കുക എന്നോ പറയുന്നത് കൂടാതെ പിന്നെ അവൻ പറയുന്നത് ഒരു കാര്യമുണ്ട്: നിനക്ക് വേണ്ടി ഞാൻ വേറൊരു പദ്ധതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അതായത് കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുകയും അവൻ്റെ തൃപാദത്തിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടതായ ഈ 8 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്തിരുന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും എന്താണ് ചെയ്യുന്നതെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ രക്ഷിതാവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുകയാണ് എങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. ആ അബ്രഹാമിനെ പോലെ, ലോത്തിനെ പോലെ, ദാവീദിനെ പോലെ, ആ ബേഥാനിയിലെ മറിയയെ പോലെ അവൻ്റെ തൃപാദത്തിൽ നമ്മെ സമർപ്പിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കണ്ടത് വിശ്വാസികളായി നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി എവിടെയാണ് ഇരിക്കേണ്ടത് എന്നാണ്. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.